മുറിച്ചതിന് ശേഷം ഞാൻ ഈ ജ്യൂസ് ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മുടി പെട്ടെന്ന് വളർന്നതും മുടിക്ക് ഉള്ളു വെച്ചതും. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മുടി വെട്ടിയതിന് ശേഷം പെട്ടെന്ന് മുടി വളർന്നല്ലോ, എന്താണ് മുടിയിൽ തേക്കുന്നതെന്ന്. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. 5 മാസമായിട്ട് ഞാൻ തുടർച്ചയായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും ഞാൻ ഉപയോഗിക്കുന്ന ആ ഹെയർ ഗ്രോത്ത് ജ്യൂസും ആണെന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. മുടി മുറിച്ചെങ്കിലും മുടി കാണുന്ന സമയത്ത് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ലോങ് മുടി ഉണ്ടായിരുന്നതാണ്. നേരത്തെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഷോർട്ടാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു മുടി കാണുന്ന സമയത്ത്. ഇപ്പോൾ ആ വിഷമമൊക്കെ മാറി, കാരണം പെട്ടെന്ന് മുടി വളർന്നു. ഇത്രയ്ക്ക് മുടി ഉണ്ടായിരുന്ന ഞാനാണ് 5 മാസം മുമ്പ് മുടിയൊക്കെ വെട്ടി. ഇപ്പം എൻ്റെ മുടി കണ്ടോ, നല്ല രീതിയിൽ ഉള്ളു വെച്ചിട്ടുണ്ട്, ലെങ്ത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. മുടി മുറിച്ച സമയത്ത് ഞാൻ കൂടുതലായിട്ടും കേട്ടിട്ടുള്ളൊരു കമൻ്റാണ്, ഒരുപാട് മുടി ഉണ്ടായിരുന്നല്ലോ, എന്തിനാണ് മുടി മുറിച്ച് കളഞ്ഞത്, ഇനി മുടി വളരില്ല എന്നൊക്കെ. മുടി പെട്ടെന്ന് വളരാനായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ചെറിയ പൊടിക്കൈകളും പിന്നെ ഞാൻ ഉപയോഗിച്ച ഒരു ഹെയർ ഗ്രോത്ത് ജ്യൂസുമാണ് ഇന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. കൂടാതെ നമ്മുടെ നെറ്റി കയറുന്നത്, മുടി വട്ടത്തി കൊഴിഞ്ഞു പോകുന്നത്, മുടി വെട്ടിയതിന് ശേഷം ഒട്ടും വളരാതിരിക്കുക, മുരടിച്ച് പോവുക, ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ജ്യൂസ്. എന്തൊക്കെ ഹെയർ പാക്കുകൾ മുടിയിൽ തേച്ച് കൊടുത്തിട്ട് മുടി ഒട്ടും വളരുന്നില്ല എന്നുള്ളവർക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു ജ്യൂസാണിത്. റിസൾട്ട് കിട്ടും, ഉറപ്പാണ്. മുടിയിൽ ജ്യൂസ് തേക്കുന്നതിന് മുമ്പ് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടി ഞാൻ പറഞ്ഞിട്ട് ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. പല്ലിനകലമുള്ളൊരു കോമ്പ് യൂസ് ചെയ്തിട്ട് മുടി നന്നായിട്ട് ചീകി കൊടുക്കും. സ്കാൽപ്പിൽ തട്ടുന്ന രീതിയിൽ ചീകി കൊടുക്കണം. ഒരു മസാജ് പോലെയാണ് ചീകി കൊടുക്കേണ്ടത്. അതിനുശേഷം ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് നെയിലൊന്നും തട്ടാതെ നല്ല രീതിയിലൊന്ന് മസാജ് കൂടി ചെയ്ത് കൊടുക്കണം. ഹെയർ മസാജ് ചെയ്തതിന് ശേഷം വേണം ജ്യൂസ് തേച്ച് പിടിപ്പിക്കാനായിട്ട്. അപ്പം നമ്മുടെ തലയോട്ടിയിൽ രക്തയോട്ടം കൂടുകയും, തലയോട്ടിയിൽ രക്തയോട്ടം കൂടുന്ന അനുസരിച്ചിട്ടാണ് നമുക്ക് മുടികളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് വളരുന്നത്. ഇങ്ങനെ ഞാൻ ചെയ്തത് കൊണ്ടാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയത്. കുറച്ചൊക്കെ മെനക്കെട്ടാൽ മാത്രമേ മുടിയൊക്കെ വളർത്തിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. ഹെയർ മസാജിൽ എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടിയിരിക്കുന്നത് ഈ ഇൻവേഷൻ മെത്തേഡാണ്. മുടി ഫ്രണ്ടിലേക്ക് കുനിച്ചിട്ടിട്ട് കൈവിരൽ ഉപയോഗിച്ചിട്ട് നെയിലൊന്നും തട്ടാതെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കോമ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് കോമ്പ് ചെയ്തും കൂടെ കൊടുക്കുക. 10 മിനിറ്റ് നേരമാണ് മസാജ് ചെയ്യേണ്ടത്. ഇൻവേഷൻ മെത്തേഡ് ചെയ്യുന്ന സമയത്ത് തലകർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ നിന്ന് ചെയ്താൽ മതി. ഡെയിലി ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട് സമയം കിട്ടിയെന്ന് വരില്ല അല്ലേ. എല്ലാ വീട്ടമ്മമാരും തിരക്കുള്ളവരാണ്, ജോലിക്ക് പോകുന്നവരാണ്, കുഞ്ഞുങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാരൊക്കെയാണ് അല്ലേ. അപ്പം ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഈ രീതി ചെയ്താൽ മതി. 10 മിനിറ്റ് നേരം മസാജ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ മുടിയിൽ ജടയുണ്ടാവും. പല്ലിനകലമുള്ളൊരു കോമ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് മുടിയുടെ ജടയൊക്കെ കളയാം. എനിക്ക് ഡെയിലി ഹെയർ മസാജ് ചെയ്യാനൊന്നും ടൈം കിട്ടാറില്ല, എന്നാലും എനിക്ക് മസാജ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് ഒട്ടും സമയം കളയണ്ട, നമുക്ക് ഹെയർ ഗ്രോത്ത് ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം. സവോള ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജ്യൂസ് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. സവോള ഉപയോഗിക്കുന്ന സമയത്ത് മുടി നരയ്ക്കില്ല എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുടിയൊന്നും നരയ്ക്കില്ല. പിന്നെ നമ്മൾ ഏതൊരു സംഭവം ഉപയോഗിക്കുമ്പോഴും ഡെയിലി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. സവോളയുടെ നീരൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുമ്പോൾ മുടി ഡാമേജ് ആകാനായിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ. സവോള ഇതുപോലെ ചെറിയ പീസുകളായി കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഒരു തുണി ഉപയോഗിച്ചിട്ടോ അരിപ്പ ഉപയോഗിച്ചിട്ടോ നമുക്കൊന്ന് അരിച്ചെടുക്കാം. വളരെ കുറച്ച് ജ്യൂസേ കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്. ഇത്രയൊന്നും ആവശ്യമില്ല, 2 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. മുടി വളരാനായിട്ട് കഞ്ഞിവെള്ളം നല്ലതാണെന്ന് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. കഞ്ഞിവെള്ളം ഉപയോഗിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവർ വെള്ളം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഓയിലാണ്. ഏത് ഓയിലാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അടുത്തായിട്ട് വേണ്ടത്, ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, 2 ക്യാപ്സ്യൂളാണ് വൈറ്റമിൻ ഇയുടെ എടുത്തിരിക്കുന്നത്. ചെറിയ മുടികൾ, അതായത് പുതിയ മുടികൾ തലയോട്ടിയിൽ കിളിർക്കാനായിട്ട് വളരെ നല്ലതാണ് നമ്മൾ വൈറ്റമിൻ ഇ മുടിയിൽ ആഴ്ചയിൽ ഒരു ദിവസം തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ല വൃത്തിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറിയൊരു പീസ് തുണി ഉപയോഗിച്ചോ കോട്ടനും ഡിപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ടൊക്കെ നമുക്ക് തലയോട്ടിയിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാനും തേച്ച് പിടിപ്പിക്കാനൊക്കെ പറ്റുന്നതാണ്. ഞാനൊരു സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ടാണ് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. മുടിയിലെല്ലാം ഒന്നും തേക്കേണ്ട ആവശ്യമില്ല, തലയോട്ടിയിലാണ് തേച്ച് പിടിപ്പിക്കേണ്ടത്. ഉള്ളുനീര് തേച്ചാൽ മുടി വളരുമോ എന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാവും. ഉള്ളുനീര് മുടി വളരുന്നതിന് പ്രധാന ഒരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് കേട്ടോ.
എന്നെ അറിയുന്നവരൊക്കെ ചോദിക്കാറുണ്ട്, എൻ്റെ കൂട്ടുകാരൊക്കെ ആണെങ്കിലും മെസ്സേജ് അയച്ചും ഫോൺ വിളിച്ചൊക്കെ ചോദിക്കാറുണ്ട്, വട്ടത്തിൽ മുടി പോകുന്നതിന് എന്ത് ചെയ്യണം, മുടി കൊഴിയുന്നതിന് എന്ത് ചെയ്യണം, മുടി വേഗം വളർത്തിയെടുക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ. അപ്പം ഞാൻ ഒട്ടുമിക്ക ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു ടിപ്പാണിത്. സവോള നീര്, ചെറിയ ഉള്ളിയുടെ നീരൊക്കെ തലയിൽ തേക്കാനായിട്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും മടിയാണ്. കാരണം അതിലൊരു സ്മെല്ലുണ്ടല്ലേ, ആ സ്മെല്ലാണ് നമ്മുടെ മുടി വളരാനായിട്ട് ഏറ്റവും ഗുണം ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? ഉള്ളിനീരിൻ്റെ ഈ സ്മെല്ലിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ കണ്ടന്റാണ് നമ്മുടെ മുടി ഗ്രോത്ത് ആയിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ. ആരും മടി വിചാരിക്കരുതേ, മുടി വളർത്തിയെടുക്കാനായിട്ടല്ലേ. അപ്പോൾ കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഈ 5 മാസം കൊണ്ട് ഞാൻ ഇത്രയും മുടി വളർത്തിയെടുത്തത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. മുടി പൊട്ടിപ്പോകുന്നവരാണെങ്കിൽ ചെറിയ രീതിയിൽ കയ്യിലൊന്നാക്കിയിട്ട് മുടിയിലൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കാവുന്നതാണ്. സ്പ്ലിറ്റൻസ് ഉള്ളവരാണെങ്കിൽ ആ സ്പ്ലിറ്റൻസ് ഉള്ള ഭാഗത്ത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാവുന്നതാണ്. ചിലരുടെ തലയിലുണ്ടല്ലോ കട്ടയായിട്ട് താരനുണ്ടാവും കേട്ടോ. ഇങ്ങനെ ചൊറിയണ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ പറന്ന് നിൽക്കും ഈ താരൻ്റെ പൊടി എന്ന് പറയുന്നത്. അത് മാറ്റിയെടുക്കാനായിട്ട് ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത്. സൂപ്പറായിട്ട് വർക്ക് ചെയ്യും. ഈ സൾഫർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷനൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഒരുപാട് നല്ലതാണ് ഈ സവോളയുടെ ജ്യൂസ് എന്ന് പറയുന്നത്. ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കാതിരിക്കുക. ഇങ്ങനെ കുറേ നേരം മസാജൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ ഡെയിലി എനിക്ക് ചെയ്യാൻ പറ്റാറില്ല. മടിയുള്ളത് കൊണ്ടല്ല കേട്ടോ, എനിക്ക് ഇതിനൊന്നും മടിയൊന്നുമില്ല. സവോള നീരിൽ നമുക്ക് അലോവേരയുടെ ജെല്ല് മിക്സ് ചെയ്തിട്ട് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഡെയിലി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉള്ളിനീര് ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ. ഉള്ളിനീര് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് നഷ്ടമാവും. ആ സ്മെല്ലാണ് നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കിയ ഉടനെ തന്നെ തലയിൽ തേച്ച് പിടിപ്പിക്കണം. ഒരുപാട് സമയം പുറത്ത് വെക്കരുത്, അപ്പം അതിൻ്റെ ഗുണം നമുക്ക് നഷ്ടപ്പെടും കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഒരുപാട് സമയം മുടിയിൽ വെക്കരുത്. 15-20 മിനിറ്റ് നേരം മാത്രം മുടിയിൽ വെച്ചാൽ മതി. ബേബി ഷാമ്പു ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകിക്കോളൂ കേട്ടോ. സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അലർജി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. റിസൾട്ട് കിട്ടും, ഉറപ്പാണ്. റിസൾട്ട് കിട്ടുന്നവർ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. Bye bye. Thank you.